ഡോണർ മുറികളിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെ ശബരിമല ദർശനം ഒഴിവാക്കി സുനി സ്വാമി എന്ന സുനിൽകുമാർ മലയിറങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം. വർഷങ്ങളായി ശബരിമലയിൽ ഡോണർമാർ താമസിക്കുന്നുണ്ടെന്നും ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി സുനി സ്വാമിയുടെ മുറിക്ക് മുന്നിൽ നിന്ന് അർജുൻ മട്ടന്നൂർ. സ്വാമി ശരണം, വെരി ഗുഡ് മോർണിംഗ്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു സന്നിധാനത്ത്. ഈ ഡോണർ മുറി എന്നുള്ളത് ഈ സാധാരണ ചില പ്രേക്ഷകർക്കൊന്നും ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതൊന്ന് വിശദീകരിക്കൂ അർജുൻ. ഇതിലേതാണ് വിവാദമായ ഡോണർ മുറി? നമ്മുടെ സുനിസ്വാമി എപ്പോഴാണ് മലയിറങ്ങിയത്? ഡോണർ മുറി ഇല്ലെങ്കിൽ സുനിസ്വാമിക്ക് അയ്യപ്പനെ കാണണ്ടേ? എന്താണ് സുനിസ്വാമി എന്തെങ്കിലും പറഞ്ഞതായിട്ട് അർജുൻ അറിയുന്നുണ്ടോ? ഡോണർ മുറിയുടെ മുന്നിൽ ആണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് കാണിച്ചു കൊടുക്കൂ പ്രേക്ഷകർക്ക്, എന്താണ് ഈ ഡോണർ മുറി, എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് സന്നിധാനത്ത് നിരവധി കെട്ടിടങ്ങളുണ്ട്. ഇത് പല കാലങ്ങളിൽ പല വ്യവസായികളും മറ്റും ഇത്തരത്തിൽ സംഭാവന നൽകി അവരുടെ കൂടി സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഡോണർ മുറികൾ ഉണ്ടാകും. അതായത് ഈ സംഭാവന നൽകിയ അതോടൊപ്പം തന്നെ ഈ കെട്ടിടം നിർമ്മിക്കാൻ സഹായിച്ച വ്യക്തികൾ, അവർക്ക് അവിടെ താമസിക്കാൻ, അവർക്ക് അവിടെ ദർശനം നടത്താൻ വേണ്ടി സൗകര്യമൊരുക്കാനൊക്കെ തന്നെ ഒരു നിബന്ധനയോടുകൂടി അവർക്കൊരു റൂം അനുവദിക്കാറുണ്ട്. അത്തരത്തിൽ ഈ സുനിസ്വാമി എന്ന സുനിൽകുമാറിന് അനുവദിച്ചിരിക്കുന്ന മുറി ഈ കെട്ടിടത്തിലാണ്. സഹ്യാദ്രി പിൽഗ്രിം സെൻറ്റർ എന്നാണ് ഈ കെട്ടിടത്തിൻ്റെ പേര്. ഈ കെട്ടിടത്തിലെ 401 മുറി, നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഈ 401 മുറിയാണ് ഇത്തരത്തിൽ ഈ സുനിസ്വാമി കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ 1995 മുതൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൈവശം ഈ മുറി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ചില നിബന്ധനകളുണ്ട് അരുൺകുമാർ. അതായത് എല്ലാ ദിവസവും ഒരാൾക്ക് ഇത് കൈവശപ്പെടുത്താൻ പറ്റില്ല. ഒരു വർഷം, അതായത് മാസപൂജ അടക്കമുള്ള ഉൾപ്പെടുത്തി ഒരു വർഷം ആകെ 5 ദിവസം മാത്രമാണ് ഈ മുറിയിൽ സൗജന്യമായി കഴിയാൻ കഴിയുക. മറ്റ് ദിവസങ്ങളിൽ പണം കൊടുത്തും കുറച്ച് ദിവസം കഴിയാൻ കഴിയും. അതും പരമാവധി 10 ദിവസം മാത്രമേ ഇത്തരത്തിൽ പണം നൽകിയും ആ മുറിയിൽ കഴിയാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കെട്ടിടമാണ് ഈ സുനിൽകുമാർ എന്ന സുനിസ്വാമി താമസിച്ചിരുന്ന ഈ സഹ്യാദ്രി പിൽഗ്രിം സെൻ്ററാണ്. ഇത്തരത്തിലുള്ള നിരവധി കെട്ടിടങ്ങളുണ്ട്, നിരവധി ഡോണർ മുറികളുണ്ട്. ഈ മുറികളിലൊക്കെ തന്നെ പലരും താമസിക്കാറുണ്ട്. പക്ഷേ അവരൊക്കെ തന്നെ ദർശനം നടത്തുന്ന സാഹചര്യങ്ങളിൽ 2-3 ദിവസങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കുകയാണ് പതിവ്. പക്ഷേ ഈ സുനിസ്വാമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം ഈ നട തുറക്കുന്ന എല്ലാ സമയത്തും ഇവിടെ വന്ന് താമസിക്കാറുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2017 തന്നെ വിജിലൻസ് ഈ കാര്യം കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ താൽക്കാലികമായൊക്കെ തന്നെ ഈ മുറിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഈ കെട്ടിടത്തിൻ്റെ തൊട്ടു പിറകിൽ തന്നെയാണ് ശബരിമല സന്നിധാനത്തെ ഗോശാലയുള്ളത്. നിരവധി പശുക്കൾ അവിടെയുണ്ട്. ഈ പശുക്കളെ പരിചരിക്കാനെന്ന പേരിൽ ഒരു സംരക്ഷകനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സംരക്ഷകൻ്റെ മുറിയിലും സുനിൽസ്വാമി താമസിക്കാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടെയാണ് താമസിക്കാറുള്ളത് എന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ മേൽശാന്തിയുടെയും തന്ത്രിയുടെയും മറ്റ് പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അടക്കം വലിയ സ്വാധീനമുള്ള അവരുടെയൊക്കെ ഓഫീസുകളിൽ സ്വാധീനമുള്ള ഒരാളാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന് ഇവിടെ പല മുറികളുണ്ട്. അവിടെയൊക്കെ തന്നെ അദ്ദേഹം മാറി മാറി താമസിക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഹൈക്കോടതി ഉത്തരവ് വന്നതോടുകൂടി തന്നെ അദ്ദേഹം ഇന്നലെ മലയിറങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിനിഞ്ഞാന്ന്, അതായത് വ്യാഴാഴ്ച ഹരിവരാസനത്തിന് തൊട്ട് മുൻപ് അടക്കം അദ്ദേഹം സന്നിധാനത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ അദ്ദേഹം മലയിറങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വലിയൊരു വ്യവസായിയാണ്. അദ്ദേഹം നിരവധി വിവാദങ്ങളിൽപ്പെട്ടയാളാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരാൾക്ക് ഇത്തരത്തിൽ സ്ഥിരമായി താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാസപൂജക്കടക്കം ശബരിമല തുറക്കുന്ന സമയത്തൊക്കെ തന്നെ സുനിസ്വാമി ഇവിടെ താമസിക്കാറുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്രമേൽ സ്വാധീനം ഈ സുനിസ്വാമിക്കുണ്ട്. സുനിസ്വാമി ഒരു TMT കമ്പനി നടത്തുന്ന ഒരു വ്യവസായി കൂടിയാണ് കേട്ടോ.